ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പാവണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാവണ്ടൂരിലുള്ള ഉമ്മർഖാൻ്റെ മകനായ ഷബാദ് ഖാൻ നിർമ്മിച്ച വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ താമസമൊന്നുമില്ല, അവരൊക്കെ പുറത്താണ്. ഇവിടെ താമസമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീടിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഡിസോർഡറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. നമുക്ക് ഈ വീടിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. ഇവിടെ മുറ്റം ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ്. ഒരു ഓപ്പൺ ടൈപ്പ് പോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു ബെഞ്ച് മോഡലാട്ടോ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് അത്യാവശ്യം ചെരുപ്പും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിറ്റ് ഔട്ടിൽ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളാണ്. ഇവിടെ വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത് ഒരു ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇടത് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ ലിവിങ് ഏരിയയിലും ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളാണ്. അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയ തന്നെയാണ്. വിൻഡോ ഒക്കെ കൊടുത്തിരിക്കുന്നത് മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് താഴെ വരെയാണ്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഇവിടെ സ്ലൈഡിങ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ലിവിങ്ങിൽ നിന്ന് നേരെ പോകുന്നത് ഇവിടുത്തെ ഫാമിലി ലിവിങ്ങിലേക്കാണ്. ഫാമിലി ലിവിങ്ങിൽ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഒരു വുഡ് ടൈപ്പ് ടൈൽ ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു ലിവിങ്ങിൽ നിന്നാണ് ഇവിടെ ഒരു മെയിൻ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ ഏരിയയിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം വരുന്നത്. ടോട്ടൽ 4 ബെഡ്റൂമാണ് വീട്ടിലുള്ളത്. 2 മുകളിലും 2 താഴത്തെ നിലയിലും ആയിട്ടാണ്. ഇപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് പോകുന്ന ഈ വഴിയിലുള്ള ഈ ഒരു ചുമരിൽ മൊത്തം വിട്ട് സ്റ്റോറേജ് ഏരിയ കൊടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിൽ ഒരുപാട് സ്പേസ് കിട്ടുകയും ചെയ്യും. ചിലർ ഈ റൂമിൽ തന്നെയാണല്ലോ സ്റ്റോറേജ് ഏരിയ ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇങ്ങോട്ട് മാറിയത് കൊണ്ട് ഇവിടെ നല്ല സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്കിനി ഈ വീടിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചുമരിന് പകരം ഇവിടെ വലിയൊരു ഗ്ലാസ്സിൽ കൊടുത്തിട്ട് വിൻഡോ കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പുറത്തേക്കുള്ളൊരു കാഴ്ച ഉണ്ടാവും. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ ആ ഒരു കാഴ്ച നമുക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ. അതേപോലെ ഈ ഡൈനിങ് ഏരിയയുടെ തൊട്ടപ്പുറത്തായിട്ടാണ് ഇവിടുത്തെ കിച്ചണും. ആ ഒരു കിച്ചണിൽ നമുക്കൊരു വ്യൂ ഉണ്ട് പുറത്തേക്ക്. ഈ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തുനിന്ന് കുറച്ചും കൂടെ വിട്ടിട്ടാണ് കേട്ടോ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഷ് ബേസിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ മുന്നേ വൃത്തിയാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഏരിയ കൊടുത്തത്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു റൂമാണ് നിസ്കാര റൂം.
ഈ ഒരു ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ സ്റ്റഡി റൂം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടുത്തെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് ഉള്ളതെന്ന്. ഇപ്പൊ 2ാമത്തെ ബെഡ്റൂമാണ് ഇട്ടത്. റൂമുകളിലൊക്കെ കൊടുത്തിരിക്കുന്നത്, റൂമിൽ നിന്നല്ല മിക്ക സ്ഥലത്തും കൊടുത്തിരിക്കുന്നത് സ്ലൈഡിങ് ടൈപ്പ് വിൻഡോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ റൂമിലും നമ്മൾ ലൈറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ പോലും നല്ല വെളിച്ചമാണ്. എല്ലാ വീട്ടിലും വാർഡ്രോബൊക്കെ ഒരു സൈഡിലായിട്ട് കൊടുത്തതിന് പകരം ഇവിടെ ഈ ബാത്റൂമിലേക്ക് പോകുന്ന ഈ ഒരു ഏരിയയിലായിട്ടാണ് കേട്ടോ കൊടുത്തത്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ഇനി നമ്മൾ പോകുന്നത് വീടിന്റെ മുകൾ നിലയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റെയറിന്റെ അടിയിലായിട്ട് അത്യാവശ്യം ചെടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തൊരു സ്റ്റെയർ ആണ് കേട്ടോ. സൈഡിൽ ഗ്ലാസ് ആണ് കൊടുത്തത്. നമ്മൾ സ്റ്റെയർ കയറി മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ നീണ്ടൊരു വരാന്തയാണ് കേട്ടോ. ഇതിവിടെ ഓപ്പൺ ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഡോറാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് താഴെ ഡൈനിങ് ഏരിയയുടെ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു വരാന്തയിൽ നമ്മൾ നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് കേട്ടോ ഒരു ബെഡ്റൂം വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ ഏരിയയിലേക്ക് പോകാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വരാന്തയിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആ ലാസ്റ്റിലായിട്ട് അവിടെയാണ് ബെഡ്റൂം വരുന്നത്. ആ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകൾ നിലയിലെ 2ാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, താമസവും കാര്യങ്ങളും ഇല്ലാത്തതിനെ കൊണ്ട് ഇതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ വീടിന്റെ കിച്ചണിലേക്കാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീട്ടിലും കിച്ചൺ കാണുന്നത് പോലെയല്ല, ഇവിടെ താമസം ഇല്ലാത്തത് കൊണ്ട് കിച്ചണിൽ കാര്യങ്ങളൊന്നും ഒരുപാട് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. കിച്ചൺ ഉപയോഗിച്ച് തുടങ്ങിയിട്ടൊന്നുമില്ല. ജസ്റ്റ് 3 ആഴ്ച മാത്രമേ ഇവിടെ വരെ നിന്നിട്ടുള്ളൂ. ഈ ഒരു കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ ഷട്ടർ ടൈപ്പാണ് ഉള്ളത്. പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോറേജിനൊക്കെ കൊടുത്തിരിക്കുന്നത് പ്രൊഫൈൽ ഹാൻഡിലാണ്. ഇവിടെ അതേപോലെ താഴെ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് ഉണ്ട്. അത്യാവശ്യം വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കിച്ചണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചെറിയൊരു ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഞ്ചും അവിടെ ചെയറും കൊടുക്കുന്ന ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയയിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ തന്നെ കൊള്ളുന്ന ഒരു രീതിയിലുള്ള ഒരു ടേബിളാണ് കൊടുത്തത്. ഇവിടെ കിച്ചണിന്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട്.
നമ്മൾ ഇനി ഇവിടുത്തെ മെയിൻ കിച്ചണും കൂടെ കാണാം. ഇവിടെ ചിമ്മിനിയോട് കൂടിയ അടുപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഫ്രിഡ്ജ് വരുന്നത്. ഫ്രിഡ്ജിന്റെ തൊട്ടടുത്തായിട്ടാണ് അതാ സ്റ്റോറേജ് ഒരുപാടുണ്ട്. ഇത് വെജിറ്റബിൾസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ആണ്. അതേപോലെ ഇവിടെ ഇരുമ്പിന്റെ കത്തികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാന്തായതുകൊണ്ട് കണ്ടോ, നമ്മളെവിടെ പല വീട്ടിലും കിച്ചണിൽ കാണാത്തൊരു സാധനമാണ്. കത്തി എവിടെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണില്ല. ഇത് നല്ലൊരു ഉപകാരമുള്ള കാര്യം കേട്ടോ. മിക്സിക്കൊക്കെയുള്ള പോയിന്റ് ഇത് അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ജോലി ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. ഇതിൻ്റെ അടിയിലും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കിച്ചണിൽ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ആണ് കേട്ടോ ഇത്. ഈ ഒരു കിച്ചണിൽ ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ചെറിയൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, നമ്മൾ ഇങ്ങനത്തെ വീടുകളിലേക്കൊക്കെ മാറുമ്പോൾ എല്ലാവരും മിക്സി ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അമ്മി എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോഴത്തെ വീട്ടിൽ കാണാനേ പറ്റില്ല. ഇവിടെ ഒരു അമ്മി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇത്രയ്ക്ക് വീട്ടിൽ ഭയങ്കര ഇഷ്ടമായൊരു കാര്യം. വളരെ ക്യൂട്ടായൊരു അമ്മിയാണ്. അമ്മീൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് സൈസ് 70 എന്ന്. ഇവിടെ ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലാണെങ്കിലും ചെറിയൊരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ ഒക്കെ എനിക്ക് കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത് ഇവിടുത്തെ ഷബാദ് ഖാൻ്റെ ബ്രദറായ നൗഫൽ ഖാൻ്റെ മോൻ നാദിയാണ്. അപ്പോൾ നാദി ക്യാമറയിലേക്ക് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാദിയാണ് എനിക്ക് ഓടി നടന്നതിൻ്റെ ഉള്ളിലെല്ലാം കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യണം. പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.